നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവിനായി ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാനാവില്ല. വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് കോടതി. ഇളവിനായി യമനിൽ ശ്രമം തുടരുന്നു. പി കെ ശശി സിപിഎമ്മിന് പുറത്തേക്കെന്ന് സൂചന. പാർട്ടി ഓഫീസിലെ പടക്കമേറിൽ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ജില്ലാ നേതാക്കൾ. ശശിയെ സംരക്ഷിക്കുന്ന പ്രസ്താവനകളുമായി കോൺഗ്രസ്. കേരള കോൺഗ്രസ് മുന്നണി വിടാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി സിപിഎം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ പേരിൽ പിണക്കരുതെന്ന് താഴെ തട്ടിലേക്ക് മുന്നറിയിപ്പ്. സിപിഎം നീക്കം കേരള കോൺഗ്രസിനെ യുഡിഎഫ് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനാൽ. വിവാഹമോചന കേസുകളിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവെന്ന സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. സ്വകാര്യതയുടെ ലംഘനമായി കാണാനാവില്ലെന്ന് കോടതി. ഭാര്യയുടെ ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാത്ത പഞ്ചാബ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കി. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. നമ്മുടെ ഈ ജില്ലയിലെ അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ല. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ ഉറച്ച് പി ജെ കുര്യൻ. യുവ നേതാക്കളെ കാണാനില്ല എന്ന് പറഞ്ഞത് ഉത്തമ ബോധ്യത്തിൽ. ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതാക്കൾ പി ജെ കുര്യനെ പിന്തുണച്ച് ചെന്നിത്തല. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ധർമ്മസ്ഥല കൊലപാതകങ്ങളിൽ അന്വേഷണം പുതിയ വഴിയിലേക്ക്. മണ്ണ് നീക്കം ചെയ്ത് പരിശോധനയിൽ തീരുമാനം ഇന്ന്. ശുചീകരണ തൊഴിലാളിയെ മംഗലൂരുവിലേക്ക് കൊണ്ടുവരും. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ 6 വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യക്ക് വേണ്ടത് 135 റൺസ്. അവസാന ദിവസം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഫിഫയുടെ ക്ലബ് ലോകകപ്പ് ചെൽസിക്ക് PSG തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഈ ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. യമനി കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പരാമർശം. കേസ് ഈ വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, നിമിഷപ്രിയയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിലേക്ക് കടക്കാൻ വലിയ താമസമില്ല, മണിക്കൂറുകളില്ല, ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ സമയത്തും കേന്ദ്രത്തിന് ഇടപെടാൻ വലിയ പരിമിതിയുണ്ട്. യമനി കുടുംബത്തിനെ നിർബന്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ഈ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഏത് തരത്തിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്? അപർണ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാര്യത്തിൽ പരമാവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ദിയാധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ചില പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടാനാകില്ല എന്നുകൂടി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ AG അറിയിക്കുകയും ചെയ്തതാണ്. ഈ പരാമർശം വന്നതിന് പിന്നാലെ ഈ വധശിക്ഷ നടപ്പാക്കിയാൽ അത് സങ്കടകരമാകുമെന്നുള്ളൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ AG അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇനി സംഭവിക്കുന്നത് നല്ലതാകട്ടെ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ മാത്രമായിരുന്നു സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തത്. ഇതോടെ ഒരു കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു, അതായത് ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഈ ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളും ഒക്കെ നടത്തുന്ന ആ ഒരു പ്രവർത്തനം അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബവും രംഗത്തുണ്ട്. ഈ യമൻ പൗരന്റെ കുടുംബം ദിയാധനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും. അത് സ്വീകരിക്കാൻ തയ്യാറാകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടുതൽ ശക്തമാക്കാൻ സാധിച്ചാൽ അത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട്
കൂടുതൽ സഹായകരമാകും. ഒപ്പം തന്നെ യമൻ പൗരന്റെ കുടുംബവുമായി വിദേശകാര്യ മന്ത്രാലയം സംസാരിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതിലൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും നിരവധി തവണ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യമനിലെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉള്ള നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ ഇടപെടാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റന്നാളാണ് ഈ ശിക്ഷാവിധി ഉള്ളത്. അതായത് ഈ നിമിഷപ്രിയയുടെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി ജയിൽ അധികൃതർക്ക് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബുധനാഴ്ച ഇത്തരത്തിൽ ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് കേസ് വെള്ളിയാഴ്ച പരിഗണിക്കുന്നത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ളൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയുള്ളത് യമൻ പൗരന്റെ കുടുംബം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ യമൻ ആത്മീയ നേതാവുമായൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഫോണിലൂടെ സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് നൽകണം. ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റ് നാനാ കോണിൽ നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും യമൻ ഈ പൗരന്റെ കുടുംബം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവർ ഇക്കാര്യത്തിൽ ഈ ദിയാനത സ്വീകരിക്കാം, ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാകും. അതിന് ഈ നിർണായക മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഈ മണിക്കൂറുകളിലും അവർ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നൊരു പ്രതീക്ഷ അവർ വെച്ചിരുന്നുവെങ്കിൽ അതിനി ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നാട് മുഴുവൻ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുമ്പോഴും ഇടപെടാനുള്ള പരിമിതികൾ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. എന്താണ് നിമിഷപ്രിയയുടെ മോചനത്തിനുണ്ടായ തടസ്സം? വിശദമായി പരിശോധിക്കുന്ന റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ കേസാണ്. യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന കുറ്റത്തിനാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ചില സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ആഴത്തിലിറങ്ങുന്നതിന് മുൻപ് നിമിഷപ്രിയയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചതെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ടോമി തോമസ് 2008 മുതലാണ് യമനിൽ നഴ്സായി ജോലി ചെയ്തു വരുന്നത്. 2011 നിമിഷ കേരളത്തിലേക്ക് തിരികെ വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയെങ്കിലും 2014 യമനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവ് ടോമി തോമസ് മകളോടൊപ്പം കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടർന്നു. 2015 നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദോ മെഹദി എന്ന പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹവുമായി ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. യമൻ കോടതി രേഖകൾ പ്രകാരം 2017 ജൂലൈ മാസത്തിൽ നിമിഷപ്രിയ തലാൽ അബ്ദോ മെഹദിക്ക് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മെഹദിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. സനയിലെ വിചാരണ കോടതിയിൽ ഒരു ഘട്ടത്തിൽ നിമിഷ കൊലപാതകം സമ്മതിച്ചിരുന്നു. തുടർന്ന് സനയിലെ വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്കെതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതിയും അവരുടെ അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. അതിനുശേഷം നിമിഷ യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതിനാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു.
യമനിലെ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം ഇത്തരം കേസുകളിൽ വളരെ കർശനമാണ്. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും പകരം ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിക്കുവാനും അവകാശമുണ്ട്. എന്നാൽ മെഹദിയുടെ കുടുംബം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മുന്നിൽ മറ്റ് വഴികളൊന്നും അവശേഷിക്കുന്നില്ല. ഈ കേസിൽ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സനയിലാണ് നിമിഷപ്രിയയുടെ വിചാരണ നടന്നതെങ്കിലും ഇന്ത്യക്ക് ഹൂതികളുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇല്ലാത്തതും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. എങ്കിലും നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രക്തപ്പണം നൽകി അവരെ രക്ഷിക്കാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നതതല ഇടപെടലുകൾക്കായി നിമിഷയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നതുകൊണ്ട് മാത്രം യമനിൽ ചെയ്ത ഈ കൊടും കുറ്റത്തിന് അവരെ എങ്ങനെയാണ് വെറുതെ വിടാൻ സാധിക്കുക? ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിമിഷപ്രിയയെ കുറ്റവിമുക്തയാക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുന്നത് മാനുഷികമായ ഒരു കടമയാണെന്നും നയതന്ത്രപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിമിഷപ്രിയ തലാൽ മെഹദിയിൽ നിന്ന് ലൈംഗികവും സാമ്പത്തികവുമായ പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ തലാൽ പിടിച്ചെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നതെന്നും നിമിഷയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ യമനീസ് കോടതി ഈ വാദങ്ങളെ അംഗീകരിച്ചിട്ടില്ല. ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുതെന്ന് താഴെത്തട്ടിലെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി CPM. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സീറ്റ് വിഭജനത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടാകാതെ ഒരുമിച്ച് പോകണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്കിടെയാണ് CPMന്റെ മറുതന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ജോസ് കെ മാണി പരസ്യമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ജോസ് കെ മാണിയെ പിണക്കരുത് എന്ന നിർദ്ദേശം താഴെത്തട്ടിലെ നേതാക്കൾക്ക് നൽകിയത്. സീറ്റ് വിഭജനം തർക്കങ്ങൾ ഉണ്ടാകാതെ പരിഹരിക്കണം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ജോസ് കെ മാണി മുന്നണി വിടില്ല എന്ന ഉറപ്പ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായകമായ സന്ദേശം താഴെത്തട്ടിലേക്ക് CPM നൽകിയത്. ജോസ് കെ മാണി എത്തിയതോടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലടക്കം വൻ മുന്നേറ്റം ഇടതുമുന്നണിക്കുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു. പരമ്പരാഗതമായി തോൽക്കുന്ന പല സീറ്റുകളും ജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ കോൺഗ്രസ് തന്ത്രങ്ങൾ പയറ്റുന്നതിനിടെയാണ് CPMന്റെ പുതിയ നീക്കം. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. BJP ഭാരവാഹികളുടെ പട്ടികയിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ തഴഞ്ഞെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഇതിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിഭാഗം പരാതി നൽകി. സാമുദായിക സമവാക്യം തകർത്തെന്ന ആക്ഷേപം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പാർട്ടിക്ക് തലവേദനയാകുമോ എന്ന ആശങ്കയും കനക്കുകയാണ്. സേവ് BJP ഫോറം എന്ന പേരിൽ പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചാരണം കൊഴുക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയെ നായർ ജനതാ പാർട്ടിയാക്കുന്നുവെന്നാണ് ആക്ഷേപം. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 27-അംഗ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ 17 പേരും നായർ വിഭാഗത്തിലുള്ളവരാണ്. 5 മേഖലാ കൺവീനർമാരിൽ 4 പേരും ജനറൽ വിഭാഗക്കാരാണ്. വക്താക്കളെ നിയമിക്കുമ്പോൾ പോലും സംവരണ വിഭാഗങ്ങളെ പരിഗണിച്ചില്ല. എല്ലാവരും ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 41 ചുമതലക്കാരിൽ 28 പേർ നായർ സമുദായത്തിൽ നിന്നും ഉള്ളവരാണ്. 2 പേർ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവരും. ഈഴവ സമുദായത്തിൽ നിന്ന് 4 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ വിഭാഗത്തിന്റെ പിന്തുണയാണ് പാർട്ടിക്ക് ഏറ്റവും ഗുണമായത്. ഇത് നിലനിർത്തുക എന്നതും നിർണായകമാണ്. BJPയെ കരയോഗം കമ്മിറ്റിയാക്കുന്നു, വരേണ്യ പാർട്ടിയാക്കുന്നു എന്ന ആരോപണത്തിന്റെ മുന നീളുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേരെയാണ്. കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുമോ എന്ന ആശങ്കയും പാർട്ടി നേതൃത്വത്തിനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ച തരത്തിൽ ഉരുത്തിരിഞ്ഞില്ലെങ്കിൽ അതും പാർട്ടി അധ്യക്ഷനെ കടുത്ത സമ്മർദ്ദത്തിലാക്കും. കേന്ദ്ര നേതൃത്വം പരാതി മുഖവിലക്കെടുക്കുമോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. ന്യൂസ് ഡെസ്ക്, News 18.
ബി.ജെ.പിയെ കടന്നാക്രമിച്ച് ദീപികയുടെ മുഖപ്രസംഗം. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളിൽ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് അപമാനകരമാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സാമൂഹിക സേവനങ്ങളെ ബി.ജെ.പി മതപരിവർത്തനമായി ചിത്രീകരിക്കുന്നുവെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. ജൂൺ 4 എഴുതിയ മുഖപ്രസംഗത്തിന് പിന്നാലെയാണ് ബി.ജെ.പിയെ കടന്നാക്രമിച്ച് ദീപിക വീണ്ടും രംഗത്ത് വരുന്നത്. രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖപ്രസംഗം. ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്കൊപ്പം നിൽക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളോട് അരുതെന്ന് ബി.ജെ.പി പറയുന്നില്ല. ഇത് പറയാതെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നത്. ബി.ജെ.പിയുടെ ഈ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണെന്ന് ദീപിക തുറന്നടിക്കുന്നു. കത്തോലിക്ക വൈദികർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് 11 ലക്ഷം രൂപ വരെ പാരിതോഷികം മഹാരാഷ്ട്ര ബി.ജെ.പി എം.എൽ.എ പ്രഖ്യാപിച്ചു. ഒഡീഷയിലും മഹാരാഷ്ട്രയിലും ക്രൈസ്തവ പീഡനങ്ങൾക്ക് ബി.ജെ.പി ഒത്താശ ചെയ്യുന്നു. അതേസമയം ദീപികയുടെ അഭിപ്രായത്തെക്കുറിച്ച് ബി.ജെ.പിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. സഭയുടെ മുഖപത്രം ഇതിനു മുമ്പ് കഴിഞ്ഞ വഖഫ് ഭേദഗതി നിയമം വന്ന സമയത്ത് കോൺഗ്രസിന്റെ എം.എൽ.എമാരോട് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കോൺഗ്രസ് പിന്തുണച്ചോ? അതിനെക്കുറിച്ച് ഇവിടെ നിങ്ങളാരും ചർച്ച ചെയ്ത് കണ്ടില്ല. പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചോ? ഇല്ലല്ലോ. ഇതേ മുഖപത്രം എഴുതി ദീപിക, എന്നിട്ട് അതിന് പിന്തുണച്ചില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്തരത്തിൽ ഇപ്പൊ മണിപ്പൂർ വിഷയമായി കൊണ്ടുവരിക. മണിപ്പൂർ എന്താ വിഷയം എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ മതമേലധ്യക്ഷന്മാർക്കും കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് ബി.ജെ.പിയുടെ നിലപാട് എന്താണെന്നും ബി.ജെ.പി എന്ത് ചെയ്തു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം വിഷയങ്ങളെ, ഇത്തരം കാര്യങ്ങളെ സഭയ്ക്ക് അത്തരത്തിലുള്ള ആകുലതകൾ ഉണ്ടായെങ്കിൽ അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ക്രൈസ്തവ സഭയുടെ സാമൂഹിക സേവനത്തെയാണ് മതപരിവർത്തനമെന്ന് ചിത്രീകരിക്കുന്നതെന്നും ദീപിക ആരോപിക്കുന്നു. ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് സമീപനത്തിൽ വ്യക്തത വരുത്താൻ ബി.ജെ.പി തയ്യാറാകണമെന്നും പത്രം ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബി.ജെ.പി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് രംഗത്ത് വരുന്നതിനിടെയാണ് കടുത്ത ഭാഷയിൽ ദീപികയുടെ കുറ്റപ്പെടുത്തൽ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിലേക്ക്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്യും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാകും സംഘം ഭൂമിയിലെത്തുക. 18 ദിവസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങും. ഉച്ചയ്ക്ക് 2 മണിയോടെ ഇതിന്റെ തത്സമയ സംപ്രേക്ഷണം നാസയുടെയും ആക്സിയം സ്പേസിന്റെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാകും. 2:25 4 ബഹിരാകാശ സഞ്ചാരികളും ഡ്രാഗൺ പേടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. 3 മണിയോടെ വാതിലുകൾ എയർ ടൈറ്റായി അടയും. പിന്നെയും 1.5 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം 4:35 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺഡോക്ക് ചെയ്യുക. തുടർന്ന് സങ്കീർണമായ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന പേടകം ഏകദേശം 23 മണിക്കൂറുകൾക്ക് ശേഷമാകും ഭൂമിയിൽ എത്തുക. ആദ്യം ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന പേടകത്തിന്റെ ഭ്രമണപഥം പതിയെ താഴ്ത്തിക്കൊണ്ടുവരും. ഉപരിതലത്തിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴാകും ഡി ഓർബിറ്റ് നടപടികൾ ആരംഭിക്കുക. ഇതിനായി പേടകത്തിന്റെ എഞ്ചിനുകൾ വിപരീത ദിശയിൽ ജ്വലിപ്പിച്ച് വേഗം പരമാവധി കുറയ്ക്കും. അന്തരീക്ഷത്തിലെ ഘർഷണത്തിൽ നിന്നും 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ചൂടിൽ നിന്നും പേടകത്തിലെ താപകവചം അതിനെ സംരക്ഷിക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 3-ന് കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അവിടെ നിന്ന് സ്പേസ് എക്സിന്റെ കപ്പലിലേറ്റി തീരത്തേക്ക് കൊണ്ടുപോകുന്ന ദൗത്യസംഘത്തിന് 7 ദിവസത്തെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ കടന്നുപോകണം. ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെടുന്നതിനു വേണ്ടിയാണ് ഈ വിശ്രമ പരിപാടി. ഇതിനുശേഷമാകും ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് മടങ്ങുക. ഇന്നലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യ സംഘത്തിന് യാത്രയയപ്പ് നൽകിയിരുന്നു. ചടങ്ങിൽ ISROയ്ക്കും സഹപ്രവർത്തകർക്കും ശുഭാംശു ശുക്ല നന്ദി പറഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യ സ്വപ്നങ്ങൾ നിറഞ്ഞതും നിർഭയവും ആത്മവിശ്വാസമുള്ളതുമാണെന്ന് പറഞ്ഞ അദ്ദേഹം 41 വർഷങ്ങൾക്ക് മുൻപ് രാകേഷ് ശർമ്മ പറഞ്ഞ സാരേ ജഹാം സെ അച്ഛ എന്ന വരി ഓർത്തെടുക്കുകയും ചെയ്തു. आज का भारत स्पेस से महत्वाकांक्षी दिखता है. आज का भारत निडर दिखता है. आज का भारत कॉन्फिडेंट दिखता है. आज का भारत गर्व से पूर्ण दिखता है. और इन्हीं सब कारणों की वजह से मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहां से अच्छा दिखता है. ന്യൂസ് ഡെസ്ക്
ന്യൂസ് 18. ഭാവിയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിലടക്കം നിർണായകമാകുന്ന പഠനങ്ങളാണ് കഴിഞ്ഞ 18 ദിവസങ്ങളിൽ ശുഭാംശു ശുക്ലയും സംഘവും നടത്തിയത്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ചേരുന്നു. ബിജു, ഏറെ നിർണായകമാകുന്ന പഠനങ്ങൾ കൂടി അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക കൂടിയാകും ഈ മടക്ക യാത്രയ്ക്ക് ശേഷം. ഇന്ത്യ അതുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. ഏതെല്ലാം പ്രധാനപ്പെട്ട പഠനങ്ങളാണ് സംഘം നടത്തിയതെന്നുള്ള വിവരമാണ് എത്തുന്നത്. ഒപ്പം തന്നെ തിരികെ എത്തുന്നതിൻ്റെ സാങ്കേതിക വെല്ലുവിളികളടക്കം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള എത്രത്തോളം ആത്മവിശ്വാസമാണ് രാജ്യത്തിനുള്ളത്? അപർണ, നമുക്കറിയാം അടുത്ത വർഷം 2026 ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി ഇന്ത്യ അത് മുന്നിൽ കണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൗത്യത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ 18 ദിവസവും നടത്തിയിരുന്നത്. 14 ദിവസത്തെ ദൗത്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്. എന്നാൽ 18 ദിവസം അദ്ദേഹത്തിന് അവിടെയുള്ള വിവിധ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മൈക്രോ ഗ്രാവിറ്റിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ആദ്യമായി എടുത്തു പറയേണ്ടത് ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ്. 6 വ്യത്യസ്ത തരം വിത്തുകളാണ് ഭൂമിയിൽ നിന്ന് ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയത്. ഇത്തരം വിത്തുകൾ ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയിൽ മുളപ്പിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം ഈ ദിവസങ്ങളിൽ ചെയ്തിരുന്നത്. ബഹിരാകാശത്തുള്ള സീറോ ഗ്രാവിറ്റിയിൽ മുളപ്പിച്ച ഈ വിത്തുകൾ അദ്ദേഹം തിരിച്ച് ഇന്ന് വരുമ്പോൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിനുശേഷം ഭൂമിയിലെ സാഹചര്യത്തിൽ ഈ വിത്തുകൾ നട്ടുവളർത്തും. ഇതിൻ്റെ ഘട്ടം ഘട്ടമായി നിരീക്ഷിച്ച ശേഷം ബഹിരാകാശ നിലയത്തിൽ മുളപ്പിച്ച വിത്തുകൾക്ക് ഭൂമിയിലെത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇവയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പ്രകാശ സംശ്ലേഷണം പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇവയ്ക്കുള്ളിൽ നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഭൂമിയിൽ വളരുന്നതുമായി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവയ്ക്കുള്ളത് തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം നടത്തുന്നുണ്ട്. പയർ, നെല്ല് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള 6 വിത്തുകൾ അദ്ദേഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നെ രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സയനോ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ്. നമുക്കറിയാം, നമ്മൾ മുമ്പ് സയൻസ് ബുക്കുകളിലെല്ലാം ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധിക്കുന്ന ഒരു തരം ബാക്ടീരിയകളാണ് സയനോ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ 2 സ്ട്രെയിൻസ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സ്ട്രെയിൻസ് ബഹിരാകാശത്ത് വെച്ച് അവയുടെ പ്രവർത്തനം, അവയുടെ വളർച്ചാ നിരക്ക്, പിന്നെ അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പോൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് ഇവയുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം പ്രകാശ സംശ്ലേഷണം പോലെയുള്ള കാര്യങ്ങൾ അത് ബഹിരാകാശത്ത് എപ്രകാരമാണ് നടക്കുന്നത്, സീറോ ഗ്രാവിറ്റിയിൽ അവയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കും. പിന്നെ അടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ശുഭാംശു ശുക്ല ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തിയ പരീക്ഷണമാണ്. അത് മസിൽ സെൽസ് അതുപോലെ തന്നെ ബോൺ സെൽസുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ്. ബഹിരാകാശത്തെത്തുമ്പോൾ ബഹിരാകാശ സഞ്ചാരികളുടെ എല്ലുകൾ അതുപോലെ തന്നെ മസിൽസ് അവ സീറോ ഗ്രാവിറ്റിയിൽ ഇപ്പോൾ പറന്ന് നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവയ്ക്ക് ഭാരമില്ലാതാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. ഇപ്പോൾ ശുഭാംശു ശുക്ല തന്നെ അദ്ദേഹം ഹാം റേഡിയോ വഴി വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് സീറോ ഗ്രാവിറ്റിയിൽ വെച്ച് അദ്ദേഹത്തിന് സ്പേസ് സിക്നെസ് അനുഭവപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ മസിൽ സെൽസ് അതുപോലെ തന്നെ ബോൺ സെൽസ് എന്നിവ നിരീക്ഷിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ബഹിരാകാശത്ത് വെച്ച് റേഡിയേഷൻ അടിക്കുമ്പോൾ സ്കിന്നിനുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ളവ അവയെല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്. അവയുടെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബഹിരാകാശ ദൗത്യത്തിന്, ഗഗൻയാൻ ദൗത്യത്തിന് മാത്രമല്ല, ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രായമായി കഴിഞ്ഞാൽ വയസ്സായവരുടെ എല്ലുകളുടെയും അതുപോലെ തന്നെ ഇപ്പോൾ സ്കിന്നിൻ്റെയും അതുപോലെ മസിൽസിൻ്റെയും പ്രവർത്തനം തകരാറിലാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് പ്രായമായവർ. അപ്പോൾ പ്രായമായവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ, ഇത് മെഡിക്കൽ രംഗത്ത് കൂടി ഒരു പുരോഗതി ഉണ്ടാക്കാൻ കണക്കാക്കിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഈ എല്ലുകളെയും അതുപോലെ തന്നെ മസിൽസിനെ സംബന്ധിച്ചുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു പരീക്ഷണമാണ് മൈക്രോ ആൽഗയുമായി ബന്ധപ്പെട്ട പരീക്ഷണം. ഇതൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവികളാണ്. ഇവയെ ബഹിരാകാശത്ത് വെച്ച് വളർത്തിയെടുത്ത് ഇത് ഭാവിയിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഭക്ഷണമായും അതുപോലെ തന്നെ ഇന്ധനമായും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും ഇത്തരം ഈ മൈക്രോ ആൽഗെ എന്ന്
എന്ന് പറയുന്നത്. ഇവയെ ബഹിരാകാശത്ത് വെച്ച് എപ്രകാരമാണ് വളർത്താൻ സാധിക്കുന്നത്, ഇവയുടെ പ്രവർത്തന രീതി എപ്രകാരമാണ് തുടങ്ങിയിട്ടുള്ളവയെല്ലാം അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വോയേജർ ഡിസ്പ്ലേസ്, ബഹിരാകാശത്ത് വെച്ച് ഇപ്പോൾ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം, അത് എപ്രകാരം കമ്പ്യൂട്ടറുകളെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, സ്ക്രീനുകൾ നോക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം, അതുപോലെ തന്നെ പേശികളുടെ ചലനം, അതുപോലെ തന്നെ ഇപ്പോൾ ഭൂമിയിൽ ഒരുപാട് സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, ഫോൺ ഉപയോഗിക്കുമ്പോഴെല്ലാം സ്ട്രെസ് ലെവൽ വ്യത്യാസം വരാറുണ്ട് മനുഷ്യരുടെ. അപ്പോൾ ഈ സ്ട്രെസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ബഹിരാകാശത്ത് എപ്രകാരമാണ് മാറ്റങ്ങൾ വരുന്നത്, ഇതനുസരിച്ച് നമുക്ക് തദ്ദേശീയമായി തന്നെ നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്ത് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറുകൾ നമുക്ക് സ്വയം നിർമ്മിക്കുകയാണ് ഈ ഒരു ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടെത്തലുകളും തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അപ്പോൾ ഇതും മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ്. പിന്നെ വേറൊന്ന് എന്ന് പറയുന്നത് ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സൂക്ഷ്മാണുക്കളാണ്. ഇവ ഭൂമിയിൽ ഏത് ദുർഘട ഘട്ടങ്ങളിലും ഭൂമിയിൽ വളർന്നു വരുന്ന ഒരു തരം ജീവികളാണ് ഈ ടാർഡിഗ്രേഡ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭൂമിയിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വളർന്നു വരുന്ന ഇത്തരം ജീവികൾ അത് ബഹിരാകാശത്ത് വളരുമോ, ബഹിരാകാശത്ത് വളർന്നു കഴിഞ്ഞാൽ ഇവയുടെ വളർച്ചാ നിരക്ക് എങ്ങനെയാണ്, ബഹിരാകാശത്ത് വളരുന്ന ഇത്തരം ജീവികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയ്ക്ക് മ്യൂട്ടേഷൻ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ, അത്തരം ഇവിടെ ബഹിരാകാശത്ത് വളർന്ന ഇവയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവയിൽ ഈ ഒരു പരീക്ഷണങ്ങൾ നടത്തും. ഇത് ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം എല്ലാം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കാലം ബഹിരാകാശത്ത് നിലനിൽക്കാൻ സാധിക്കുന്ന ഊർജ്ജ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ തന്നെ മറ്റ് ഇന്ധനങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇവയെല്ലാമാണ് പ്രധാനമായിട്ട് ശുഭാംശു ശുക്ല നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റ് ഹംഗറി, പോളണ്ട് പോലെയുള്ള രാജ്യത്തിൽ നിന്ന് വന്ന പ്രതിനിധികളും അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ ഇപ്പോൾ സ്വകാര്യ ദൗത്യമായതിനാൽ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ചില പരീക്ഷണങ്ങൾ, ഇവരെ ഏൽപ്പിച്ച ചില പരീക്ഷണങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. മൊത്തം 60 പരീക്ഷണങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ ഗഗൻയാൻ ദൗത്യത്തിനും ഭാവിയിൽ നമ്മുടെ സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലുമെല്ലാം വളരെയധികം സഹായകരമാകും. എന്തായാലും ഇന്ത്യയുടെ ഒരു സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശുഭാംശു ശുക്ല ഇന്ന് വൈകുന്നേരം 4:35 ഭൂമിയിലേക്ക് പറന്നു വരാൻ പോകുന്നത്. അപർണ. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകി. മറ്റൊരു വാർത്ത, വിവാഹമോചന കേസുകളിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നടപടി. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് വിധി. ഭാര്യ അറിയാതെ അവരുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് സ്വകാര്യതയുടെ മൗലികാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് തെളിവായി കണക്കാക്കാനാകില്ലെന്ന് നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു. CPM പാലക്കാട് ജില്ലാ മുൻ സെക്രട്ടേറിയറ്റ് അംഗവും KTDC ചെയർമാനുമായ PK ശശി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കെന്ന സൂചന. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെയും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെയും ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോയുടെയും പ്രതികരണങ്ങൾ നൽകുന്ന സൂചനയും മറ്റൊന്നല്ല. കടുത്ത വിഭാഗീയതയുടെ കാലത്ത് പാലക്കാട് ഔദ്യോഗിക പക്ഷത്തെ പ്രമുഖനായിരുന്ന PK ശശിയെ CPM സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും കൈവിടുന്നുവെന്ന സൂചനകളാണ് വരുന്നത്. സാമ്പത്തിക ക്രമക്കേടും സ്വഭാവദൂഷ്യവും അടക്കമുള്ള പരാതികളിൽ നടപടി നേരിട്ട പാർട്ടി അംഗം മാത്രമായി തുടരുന്ന ശശിയെ പാർട്ടി പുറത്താക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ വാക്കുകൾ. അങ്ങനെ വന്നാൽ KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും ശശി തെറിക്കും. മുസ്ലിം ലീഗ് ഭരണമുള്ള മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ CPMനെയും DYFഐയും വെല്ലുവിളിച്ച് PK ശശി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഇത്. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെയും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെയും വാക്കുകൾ ശശിയോടുള്ള പാർട്ടിയുടെ നിലപാട് സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ തകർത്ത് കളയാനല്ല, നടപടി എപ്പോഴും തെറ്റുതിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി, സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി. അതാണ് CPM കാണുന്നത്. PK ശശിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാർട്ടി അംഗങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി അംഗം എന്ന നിലയ്ക്ക് അവരെ തിരുത്താൻ വേണ്ടി പാർട്ടി ശ്രമിക്കും. മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ബിഗ് ബി സിനിമയുടെ ബിലാൽ കഥാപാത്രത്തെ മുൻനിർത്തി
താൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന ശശിയുടെ പ്രസ്താവനയ്ക്ക് അതേ നാണയത്തിൽ തന്നെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PM ആഷോയുടെ മറുപടി. ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ട സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലുമല്ല പാട്ടക്കം ബഷീർ മാത്രമാണ്. പാർട്ടി തീരുമാനത്തിന് മുമ്പേ തെരുവിൽ ശശിയെ തള്ളിപ്പറഞ്ഞ നേതാക്കളുടെ നടപടിയെ പരോക്ഷമായി വിമർശിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് രംഗത്ത് വന്നത് ശശി വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായം കൂടി വെളിപ്പെടുത്തുന്നു. ഉപായങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഭാഗമാവില്ല. കോൺഗ്രസിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകണമെന്ന് നോക്കിയാൽ മതി. അവർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ആളുകൾ വരാൻ നിൽക്കുക. ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പോത്തിനെ ചാരി എരുമയടിക്കുക എന്ന നാടൻ പ്രയോഗം പോലെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങളും പാർട്ടി പ്രതിഷേധവും. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞതിന്റെ പേരിൽ അറസ്റ്റിലായ അഷറഫിനെതിരെ എന്ന പേരിലായിരുന്നു പ്രതിഷേധം. അഷറഫ് PK ശശിയുടെ മുൻ ഡ്രൈവറാണ്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. തൃത്താലയിലെ VT ബൽറാം CV ബാലചന്ദ്രൻ വാക്പോരിൽ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടൽ. പരസ്യ പ്രതികരണം വേണ്ടെന്ന് ഇരു നേതാക്കൾക്കും നേതൃത്വം മുന്നറിയിപ്പ് നൽകി. തൃത്താല കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്നും അനാവശ്യ വിവാദമുണ്ടാക്കി പാർട്ടിയുടെ സാധ്യത ഇല്ലാതാക്കരുതെന്നും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനമാണ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉന്നയിച്ചത്. ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ MLA ആണെന്നും പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ബാലചന്ദ്രന്റെ വിമർശനം. അതിനിടെ തൃത്താലയിൽ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി കൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഒരാൾ CPMലേക്ക് വരാൻ ചർച്ച നടത്തുന്നുണ്ടെന്ന് NN കൃഷ്ണദാസ് വ്യക്തമാക്കി. ഇപ്പോൾ തൃത്താല മണ്ഡലത്തില് കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക. അതിലൊരാൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പല വിധത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയാണ്. യൂത്ത് കോൺഗ്രസിനെതിരായ PJ കുര്യന്റെ വിമർശനത്തിൽ പോര്. ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സതുദ്ദേശത്തോടെയാണ് വിമർശനമെന്നും PJ കുര്യൻ പ്രതികരിച്ചു. നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു. വിവാദത്തിൽ പ്രതികരിച്ച രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കുര്യനെ തള്ളിപ്പറഞ്ഞില്ല. എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, KSUവിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയുമുള്ള PJ കുര്യന്റെ വിമർശനമാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. നേതാക്കളെ TV-യിൽ കാണാമെന്നും പ്രവർത്തകരെ കൂട്ടാൻ ആളില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം. പരാമർശത്തോടെ പല യുവ നേതാക്കളും രംഗത്ത് വന്നെങ്കിലും ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞതെന്ന നിലപാടിലാണ് PJ കുര്യൻ. പരാമർശം സതുദ്ദേശത്തോടെയാണ്. പാർട്ടി ഫോറങ്ങളിൽ അവസരം ലഭിച്ചാൽ ഇനിയും പറയും. TV-യിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ തന്റെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. പോലീസുമായി അടിപിടി ഉണ്ടാകും, ചിലപ്പം പോലീസ് മർദ്ദിക്കും, അതൊക്കെ പത്രങ്ങളിലും വരും. അത് നല്ല കാര്യം. പക്ഷേ പോലീസിൻ്റെ അടിമേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വെറുതെ അവർ വേണം. പക്ഷേ എന്നാലും ഇല്ല. പക്ഷേ അത് എത്ര പേരാ? എന്നാൽ കുര്യനെതിരെ പടയൊരുക്കത്തിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. SFIയുമായുള്ള താരതമ്യം അംഗീകരിക്കില്ലെന്നും ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല പ്രതികരണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു. ഷാനിമോൾ ഉസ്മാനും കുര്യനെതിരെ രംഗത്ത് വന്നു. സതുദ്ദേശവും സംഘടനാ ശാക്തീകരണവുമാണ് കുര്യൻ ലക്ഷ്യം വെച്ചതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും സണ്ണി ജോസഫിന്റെയും പ്രതികരണം. സംഘടനയുടെ ശാക്തീകരണം, അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. SFI പ്രവർത്തകർ നടത്തിയത് ഗുണ്ടായിസമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്നതിനിടെയാണ് പാർട്ടി വേദിയിൽ കുര്യൻ SFIയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. ഇതിൽ മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് കരുതുന്നവരും കോൺഗ്രസിലുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ കമാൻഡോയുടെ കൈവശമുണ്ടായിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടി. സംഭവത്തിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് അന്വേഷണം തുടങ്ങി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, പ്രാഥമിക നിഗമനം അബദ്ധത്തിലുണ്ടായതാണ് വിഷയമെന്നാണോ? ഏത് തരത്തിലാണ് കാണുന്നത് സംഭവം?
അവരുടെ അബദ്ധത്തിൽ ഉദ്യോഗസ്ഥന്റെ കൈവശം ഈ തോക്ക് വൃത്തിയാക്കുന്നതിനിടയിൽ നിറത്തോക്കിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു, അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമാൻഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ മറ്റ് തരത്തിലുള്ള അസ്വാഭാവികതകളൊന്നും ഇല്ല. അദ്ദേഹത്തിന് ഈ വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കാഞ്ചി വലിക്കുകയായിരുന്നു, അങ്ങനെ വെടിപൊട്ടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡെപ്യൂട്ടി കമാൻഡന്റിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമിക നിഗമനം അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിപൊട്ടിയതാണ് എന്നുള്ളതാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഒഴിയുന്നില്ല. ഒരാഴ്ചയായി VC സർവകലാശാലയിൽ എത്തിയിട്ട് ഈ ഫയൽ നീക്കം പോലും മുടങ്ങിയ സാഹചര്യത്തിൽ SFIയുടെ നിരന്തരം പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് KSU പ്രതിഷേധവുമായി കേരള സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. KSUവും SFIയും ഒരേപോലെ VCക്കെതിരെ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. KSUവിന്റെ പ്രതിഷേധത്തിന്റെ തത്സമയമാണ് കാണുന്നത്. കേരള സർവകലാശാലയുടെ ഗേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. KSUവിന്റെ പ്രതിഷേധ മാർച്ച് നേരത്തെ പറഞ്ഞതുപോലെ കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരായിട്ടുള്ള മാർച്ചല്ല, പകരം കേരള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് നേരെയാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. കിം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേർക്ക് ഉയർന്നിരുന്നു. KSU മാർച്ചിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അതായത് എത്രത്തോളം ശക്തമാക്കുന്നത് KSU ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? അപർണ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിക്ക് സമീപം, ഔദ്യോഗിക വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്യും അല്പസമയത്തിനകം. ഏതാണ്ട് ഒരു 100ഓളം പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിലും
ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഈ വസതിക്ക് സമീപത്തേക്ക് അവർ എത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് വലിയ സുരക്ഷയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിക്ക് അകത്തും അതോടൊപ്പം പുറത്തും ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയോളം പല മേഖലകളിലായി നടന്ന പ്രതിഷേധ സമരങ്ങളിൽ വനിതാ പ്രവർത്തകർ ഈ മതിൽ ചാടിക്കടന്ന് ഔദ്യോഗിക വസതികളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അത് തടയുന്നതിന് വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡാൻ കുര്യൻ, ഉന്നത വിദ്യാഭ്യാസ രംഗം നശിപ്പിക്കുകയാണ് എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെടുന്നത് കീമിൽ മന്ത്രി നടത്തിയ പ്രസ്താവനകൾക്കെതിരെ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തിരുന്നു. മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് കേസിന്റെ പ്രതിഷേധം നടന്നത്. മറ്റൊരു വാർത്ത നോക്കാം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും അധ്യാപികയുമായ രണ്ടാനമ്മ പോലീസ് കസ്റ്റഡിയിൽ. നിലമ്പൂർ വടപുറം സ്വദേശിനിയായ ഉമൈറയാണ് പെരിന്തൽമണ്ണ പോലീസിന് മുൻപാകെ കീഴടങ്ങിയത്. CV അനുമോദ് ചേർന്നു. അനുമോദ്, ദൃശ്യം മോഡലിൽ ഫോൺ പോലും മാറ്റിവെച്ചിട്ട് മുങ്ങുകയായിരുന്നു പ്രതി. ഏത് തരത്തിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? നേരിട്ട് ഇവർ തന്നെ കീഴടങ്ങുകയാണോ ഉണ്ടായത്? അപർണ, ഈ ഒരു കേസിൽ പോലീസ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഇവർ ഒളിവിൽ പോയിരുന്നു. ഇവരെ നേരത്തെ തന്നെ പലതരത്തിലും പോലീസ് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വളരെ വിദഗ്ധമായിട്ട് പോലീസിനെ കബളിപ്പിക്കുന്ന ഒരു തന്ത്രമായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത്. മൊബൈൽ ഫോൺ ഓൺ ചെയ്തു വെച്ച് അവർ മറ്റെവിടേക്കെങ്കിലും പോകുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു വരുന്ന പോലീസിന് അവരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം, അവരുടെ ബന്ധുക്കളുടെ വീടുകളിലൊന്നും അവരെ ഒളിച്ചിരുന്ന് അവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, അത്തരത്തിൽ പോലീസിനെ ശരിക്കും വെട്ടിലാക്കുന്ന ഒരു നിലപാടായിരുന്നു ഉമേറയുടേത്. തുടർന്ന് ഇവരുടെ പിതാവിനെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്ത സാഹചര്യത്തിലാണ് ഇവർ മറ്റൊരു വഴിയും ഇല്ലാതെ ഇന്ന് രാവിലെ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. പോലീസിനെ സമ്മർദ്ദത്തിലാക്കി രക്ഷപ്പെടാനുള്ള ഇവരുടെ തന്ത്രമാണ് ഇവരുടെ പിതാവിനെ കരുതൽ തടങ്കലിലെടുത്ത് പോലീസ് പൊളിച്ചത്. അങ്ങനെ ഇവരെ ഇന്ന് രാവിലെ അവർ പെരിന്തൽമണ്ണ പോലീസിന് മുമ്പാകെ കീഴടങ്ങുകയും അവരുടെ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതുപോലെ ഭിന്നശേഷി കുട്ടികൾക്കെതിരായ അക്രമത്തിന് എതിരെയുള്ള നിയമങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്കെതിരെ ചുമത്തും. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവയെല്ലാം തന്നെ. ഇന്ന് വൈകുന്നേരത്തോടെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവരെ ഈ ഒരു പ്രദേശത്ത്, അതായത് ഇവരെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാനും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ട്. എന്താണെങ്കിലും അതീവ നിർണായകമാണ് ഈ ഒരു കേസിൽ അവരുടെ കീഴടങ്ങൽ. കഴിഞ്ഞ 10 ദിവസത്തോളമായി പോലീസിനെ വട്ടം കറക്കിയ അധ്യാപിക, രണ്ടാനമ്മ കൂടിയായ അധ്യാപിക ഒടുവിൽ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ കുഞ്ഞിനെ, അതായത് 6 വയസ്സുള്ള ഈ ഓട്ടിസം ബാധിച്ച 80% ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരനായ കുഞ്ഞിനെ ഉപദ്രവിക്കൂ എന്ന പരാതിയാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, കുട്ടിയുടെ മുത്തശ്ശൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകുമെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അപർണ. CV അനുമോദൻ നൽകിയത്. ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ശുചീകരണ തൊഴിലാളിയെ മംഗലൂരുവിലേക്ക് കൊണ്ടുവരും. മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകും. 2 ദിവസത്തിനകം പരിശോധന നടത്താനാണ് ആലോചന. കർണാടകത്തിലെ ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനും ഒരുങ്ങുകയാണ് പോലീസ്. മംഗലൂരുവിലെ പോലീസ് ആസ്ഥാനത്തെത്തിച്ച് ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ അരുൺ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും. കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഇയാളെ മംഗലൂരുവിലെത്തിക്കുക. മൃതദേഹം മറവ് ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന സംബന്ധിച്ച തീരുമാനമാണ് ഇന്നുണ്ടാകുക. ഇതിനായുള്ള സംവിധാനങ്ങൾ മംഗലൂരിൽ നിന്നും ധർമ്മസ്ഥലയിൽ എത്തിക്കും. കാലം മാറുമ്പോൾ മലയാളിയുടെ ശീലങ്ങളും മാറുകയാണ്. ആഹാരത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ ഈ മാറ്റം പ്രകടവുമാണ്. കഞ്ഞിയെയും കപ്പയെയും പിന്തള്ളി പുട്ടും ദോശയും ഇഡലിയും ഒക്കെ പ്രാതലിന്റെ പ്രധാന വിഭവമായി മാറി. പുട്ടാണ് ഏറ്റവും അധികം മലയാളി വീടുകളിലെ ബ്രേക്ക്ഫാസ്റ്റ്. മലയാളി പുരുഷന്മാരുടെ ഇഷ്ടവേഷമായി പാൻസ് മാറിയപ്പോൾ പർദ്ദ ഉപയോഗിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനം 2.0യിലാണ് രസകരമായ കണക്കുകളുള്ളത്. 2004 തൊട്ട് 2019 വരെയുള്ള മലയാളി ജീവിതത്തിന്റെ മാറ്റങ്ങളാണ് പഠനത്തിൽ. 2004 നിന്ന് നേരിയ കുറവുണ്ടായെങ്കിലും സംസ്ഥാനത്തെ 17.9% വീടുകളിലും പുട്ടാണ് പ്രഭാത ഭക്ഷണം. 7.7% നിന്ന്
10.1% ഉയർന്ന ഇഡ്ഡലി നില മെച്ചപ്പെടുത്തി. ബ്രേക്ക്ഫാസ്റ്റായി കഞ്ഞിയും ചോറും കഴിച്ചിരുന്ന മധ്യ കേരളത്തിലെ കുടുംബങ്ങൾ കഞ്ഞിയെ കൈവിട്ട കാലം കൂടിയാണ്. 21% നിന്നും ഒറ്റയടിക്ക് 11%-ആയാണ് ഇടിഞ്ഞത്. ഈ വിടവിലാണ് പുട്ടും ദോശയും ഇഡ്ഡലിയും ഇടിച്ചു കയറിയത്. ഇടുക്കിയിലെയും കോട്ടയത്തെയും ഇഷ്ടഭക്ഷണമായ കപ്പ 1.4% പേരാണ് പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത്. 10% നിന്നാണ് കപ്പ കൂപ്പുകുത്തിയത്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പലഹാരങ്ങളെക്കാൾ പ്രാതൽ വിഭവം കഞ്ഞിയും ചോറും തന്നെയാണ്. ഉച്ചഭക്ഷണത്തിൽ ചോറിന് വലിയ ഇടിവ് വന്നിട്ടില്ല. 95% വീടുകളിലും ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് ഭക്ഷണം. അത്താഴത്തിനെന്നാൽ ചോറിന് വൻ ഇടിവാണ് വന്നിരിക്കുന്നത്. 2004 80%-ൽ നിന്നും 68%-ആയാണ് ഇടിഞ്ഞത്. 20%-ലധികം വീടുകളിലെ രാത്രി ഭക്ഷണം ചപ്പാത്തിയായി മാറി. സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളിൽ മത്സ്യ ഉപഭോഗം വർദ്ധിച്ചപ്പോൾ മധ്യ കേരളത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66%-ൽ നിന്ന് 44%-ആയാണ് ഇടിഞ്ഞത്. ഈ ഇടിവ് മാംസ ഉപഭോഗത്തിലെ വർധനവായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ 2004 8.9%-ആയിരുന്നു മാംസ ഉപഭോഗം. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 30.9%-ആയി ഉയർന്നു. ഉപയോഗത്തിൽ ഇടിവുണ്ടെങ്കിലും അരി തന്നെയാണ് മലയാളികളുടെ പ്രധാന ആഹാരം. എന്നാൽ സ്വന്തമായി നെല്ലുൽപാദിപ്പിക്കുന്ന കുടുംബങ്ങൾ 4.3%-ൽ നിന്നും 2.1%-ആയി കുറഞ്ഞു. മലയാളികളുടെ വസ്ത്രധാരണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായ കാലമാണ്. ശതമാനക്കണക്കിൽ ഇടിവുണ്ടായെങ്കിലും 60% മുതിർന്ന പുരുഷന്മാരും മുണ്ടു തന്നെയാണ് ധരിക്കുന്നത്. മുൻ തലമുറയിൽ 1.8%-ആയിരുന്ന പാൻസ് 2004 25%-ആയും 2019 34%-ആയും കുതിച്ചു കയറി. ഇടത്തരം കുടുംബങ്ങളിലെ 54.6% പുരുഷന്മാരുടെയും വസ്ത്രം പാൻസായി മാറിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളി സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രമായ സാരിക്കും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 77% സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാരി 57%-ആയി കുറഞ്ഞു. ചുരിദാറാണ് ഈ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. 51% മുതിർന്ന സ്ത്രീകളും 2004 പുറത്തു പോകുമ്പോൾ ധരിച്ചിരുന്ന സാരിയാണെങ്കിൽ 2019 66% മുസ്ലിം സ്ത്രീകളും പർദ്ദ ധരിച്ചാണ് പുറത്തു പോകുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ എത്തുന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ സർവകലാശാല പോകുമ്പോഴും ആഴ്ചകളായി VC ഓഫീസിലെത്തിയിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാതെ എത്താൻ ആകില്ലെന്ന നിലപാടിലാണ് VC എത്തിയാൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് SFIയുടെ തീരുമാനം. അതേസമയം സംഘർഷത്തിൽ അറസ്റ്റിലായ SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. അതിനിടെ സർവകലാശാലയിലെ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗവർണറും സർക്കാരും പരസ്പര ധാരണയോടെ ഉണ്ടാക്കിയ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് M. വിൻസെന്റ് MLA ആരോപിച്ചു. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം റദ്ദാക്കിയതിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, VP ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വൈകിട്ട് 4 മണിക്കാണ് വിധി പറയുക. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക VCമാരെ നിയമിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി. സിസാദ് തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനെതിരെ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സിന്റെ മരണത്തോടെ വീണ്ടും സേനയിലെ ആത്മഹത്യ ചർച്ചയാകുന്നു. അമിത ജോലി ഭാരത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അമിത ജോലി ഭാരത്താൽ ജീവനൊടുക്കിയ മറ്റൊരു സംഭവമാവുകയാണ് ജെയ്സന്റെ മരണം. 5.5 വർഷത്തിനിടെ 90 പോലീസുകാരാണ് സേനയിൽ ആത്മഹത്യ ചെയ്തത്. പോലീസ് സേനയിലെ തീരാശാപമാവുകയാണ് അമിത ജോലിഭാരം എന്ന ഭീകരത. കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പായപ്പോൾ പണി കുറയുമെന്ന് സാധാരണ പോലീസുകാർ പ്രതീക്ഷിച്ചു. എന്നാൽ മേലധികാരികൾ ചെയ്യേണ്ട ജോലി കൂടി പോലീസുകാരുടെ തലയിലായി. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നാൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞ വർഷം പോലീസ് ആസ്ഥാനം ഉത്തരവിറക്കി. നൽകാൻ കഴിയുന്ന പരമാവധി അവധികൾ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന്. യോഗയും കൗൺസലിംഗുമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നുമല്ല അടിസ്ഥാന പ്രശ്നമെന്ന് ദുരിതം പേറുന്ന പോലീസുകാർ പറയുന്നു. ഉദ്യോഗസ്ഥ മേലാളത്വത്തിൻ്റെ മനസ്ഥിതി മാറാതെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന ചർച്ചയാണ് ഇപ്പോൾ പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ മാസം ഒരാഴ്ചക്കിടെ ആത്മഹത്യ ചെയ്തത് 5 പോലീസുകാരായിരുന്നു. ASI ജിമ്മി ജോർജ് പോലീസ് അക്കാഡമിയിലെ പഴയ ആശുപത്രി കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചു. ആലപ്പുഴ എയർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സുധീഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ CPA മധുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
വണ്ടൻമേട് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ രതീഷിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം സ്റ്റേഷനിലെ ASI ജോർജ് കുരുവിളയെ കോട്ടയത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇപ്പോൾ ജെയ്സൺ അലക്സിൻ്റേതടക്കം ഒട്ടുമിക്ക ആത്മഹത്യകളും അമിത ജോലിഭാരത്തെ തുടർന്നാണ്. തുടർച്ചയായി 48 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. കുറ്റാന്വേഷണം, ക്രമസമാധാന പാലനം, VIP ഡ്യൂട്ടി, ജനമൈത്രി, കോടതി ജോലികൾ തുടങ്ങി ദൈനംദിനം ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. ആൾക്ഷാമത്തിന് പരിഹാരം കാണുക എന്നതാണ് പ്രധാന വിഷയമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. സർവീസ് റോഡ് അടച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് വളാഞ്ചേരിയിലെത്താൻ 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. എന്നാൽ സർവീസ് റോഡ് അടയ്ക്കുമെന്ന നിലപാടിലാണ് അധികൃതർ. സർവീസ് റോഡ് സ്ഥിരം സംവിധാനമാക്കിയാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഞാൻ നിൽക്കുന്നത് വട്ടപ്പാറ വയഡക്റ്റ് തുടങ്ങുന്ന ഇടത്താണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച ശേഷം അതിലേക്ക് കൃത്യമായിട്ട് വരാം. അതിപ്പോൾ വട്ടപ്പാറ വയഡക്റ്റിലേക്കുള്ള ദേശീയപാത കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോകുന്നത് നേരെ വയഡക്റ്റ് വഴി ദേശീയപാത കടന്നു പോകുന്നു. ഇതിന് മറുവശത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വളാഞ്ചേരിയിലേക്ക് ഇപ്പോൾ ഉള്ള സർവീസ് റോഡ്, അല്ലെങ്കിൽ വളാഞ്ചേരിയിലേക്കുള്ള വഴി ഇപ്പോൾ ഇതാണ്. പക്ഷേ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വഴി പൂർണ്ണമായിട്ടും അടയ്ക്കും. പിന്നീട് നമുക്ക് ഈ ഹൈവേയുടെ ഇടതുവശത്ത് ഇവിടെ നമുക്ക് നിർമ്മാണം നടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഈ പ്രദേശത്തിലൂടെയാണ് സർവീസ് റോഡ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം താഴെ സർവീസ് റോഡിൻ്റെ ഏകദേശം നിർമ്മാണത്തിന് വേണ്ടി ആ സ്ഥലം ഒരുക്കിയിട്ടുള്ളതും അവിടെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഇതിന് താഴെ കുറച്ച് ദൂരം റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. പക്ഷേ ഈ മലയുടെ ഒരു ഭാഗം വെട്ടിയെടുത്തിട്ട് വേണം ഇവിടേക്ക് സർവീസ് റോഡ് ഉണ്ടാക്കാൻ. പക്ഷേ നിലവിൽ ഈ ഭാഗത്ത് മല വെട്ടി മുറിച്ചുള്ള ഒരു നിർമ്മാണം ഈ പ്രദേശത്തിൻ്റെ മണ്ണിൽ ഉറപ്പില്ലാത്തതിനാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ വഴിയും ഈ വശത്തുകൂടിയും വഴി ഉണ്ടാകില്ല. നിലവിൽ ബസ്സുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ വഴിയും അടയ്ക്കും. ചുരുക്കം പറഞ്ഞാൽ വളാഞ്ചേരിയിലേക്ക് ഇതുവഴി പോകാനേ കഴിയില്ല. 7 കിലോമീറ്റർ വയഡക്റ്റ് വഴി കറങ്ങി തിരിഞ്ഞു വേണം ഇവിടേക്കെത്താൻ. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഒരു 4-5 കിലോമീറ്റർ ദൂരം തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. അവിടെ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടേക്ക് പോകുന്ന കുട്ടികൾക്കൊന്നും വാഹനം കിട്ടാത്ത അവസ്ഥ വരും. നമ്മളിപ്പോൾ ഇവിടുത്തുകാരൊക്കെ ചേർന്ന് ഇവിടുത്തെ വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരാണ് ഇവരൊക്കെ. വലിയൊരു പ്രശ്നമാണല്ലോ. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങളുടെ മുൻ തലമുറയൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. ഇപ്പോൾ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. അതോടൊപ്പം തന്നെ അവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. കാവുമ്പുറം മാത്രമല്ല, കാവുമ്പുറത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഉള്ളിൽ നിരവധി പ്രദേശങ്ങളുണ്ട്. കളിയാല, കക്കട്ടപ്പാറ, കാർത്തല, കാട്ടിപ്പരുത്തി, അങ്ങനെ താണിയപ്പംകുന്ന് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. അത് സർവീസ് റോഡ് അടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തികച്ചും അശാസ്ത്രീയമായ ഒരു രീതിയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡ് എവിടെങ്കിലും അടച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലം നമ്മുടെ വട്ടപ്പാറയിലാണ്. വ്യക്തമാണ് ഈ നാട്ടുകാരുടെ നിലപാട്. കാരണം അവരുടെ അവകാശമാണ് അവരുടെ നാട്ടിലേക്കുള്ള വഴി എന്നത്. അതിന് പരിഹാരമായിട്ട് അവർ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മളെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മല ഇടിച്ചുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇടിയുന്ന മണ്ണാണ്, മണ്ണിന് ബലക്കുറവുണ്ട്. അങ്ങനെ പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ഇതിന് അത്ര അനുകൂലമല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനാണെങ്കിലും വിഷയത്തിൽ സജീവമായിട്ടുള്ള ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വേണ്ടിവരും. കാരണം ഒരു പ്രദേശമൊന്നാകെ ഇല്ലാതാകുന്ന, അടച്ചുപൂട്ടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം, വലിയ പ്രക്ഷോഭം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെന്നും ഈ പ്രദേശവാസികൾ ഉറപ്പു പറയുന്നുണ്ട്. എറണാകുളം നോർത്ത് പാലത്തിന് സമീപം ഫർണിച്ചർ കടയിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട പൂർണ്ണമായി കത്തിനശിച്ചു. 3 പെട്രോൾ പമ്പുകൾക്ക് സമീപത്തുണ്ടായ തീപിടുത്തം വലിയ ആശങ്കകൾക്ക് ഇടവച്ചെങ്കിലും ഫയർഫോഴ്സിന്റെ ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത്.
ഇന്ന് പുലർച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. എറണാകുളം നോർത്ത് ഭാഗത്ത് ഇവിടെ ടൗൺ ഹാളിന് സമീപം പാലം ഇറങ്ങി വരുന്ന ഈ ഭാഗത്തുള്ള ഈ ഫർണിച്ചർ കടയാണ്. ഈ ഫർണിച്ചർ കട ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി തീ പടരുകയായിരുന്നു. പക്ഷേ വളരെ നിമിഷം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്തിയെരിയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഫർണിച്ചർ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഈ പഴയ ഫർണിച്ചറുകൾ എടുത്ത് അത് നന്നാക്കി പുതിയതാക്കി മാറ്റി അങ്ങനെ വിൽക്കുന്ന ആ രീതിയിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, ഈ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ അത് പുതിയ രീതിയിലേക്ക് ആക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഇത് പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിരിക്കുന്നു എന്നതാണ്. മുഴുവനായി ഇവിടെ സൂക്ഷിച്ചിരുന്ന കസേരകൾ, മേശകൾ, കൂടുതലും കസേരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓഫീസ് ചെയറുകളാണ് കൂടുതലായിട്ടും തന്നെയും ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഓഫീസ് ചെയറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. മുഴുവനായിട്ട് തന്നെ കത്തി അതിൻ്റെ ആ ഒരു ചട്ടക്കൂട്, ഇരുമ്പ് ചട്ടക്കൂട്, അതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും താഴേക്ക് ഇരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എന്ന് പറയുന്നത് ചുറ്റുപാടും തന്നെ കടകളാണ്. ചുറ്റുപാടും അടുത്തും എല്ലാം തന്നെ കടകളുണ്ട്. മുഖ്യ വഴിയാണ്, എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത് ഇതിന് നേരെ എതിർഭാഗത്ത് കാണുന്നത് പെട്രോൾ ബങ്കാണ്. 2 പെട്രോൾ ബങ്കുകൾ ഇതിൻ്റെ ഇടം വലവും അതിന് എതിർവശത്തും പെട്രോൾ ബങ്കുകളുണ്ട്. അതുകൊണ്ട് അതീവ അപകട ഉള്ള ഒരു സാധ്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം വളരെ 7ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തുകയും നിരന്തരമായി അവരുടെ ശ്രമഫലമായിട്ടാണ് തീ അണയ്ക്കാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. ചുറ്റുപാടും കെട്ടിടങ്ങൾ നിറഞ്ഞ അതിന് നടുക്ക് ഉള്ള ഒരു ഭാഗമാണിത്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് 2 വശത്തുമുള്ള ഈ കെട്ടിടങ്ങൾ അത് അപകടാവസ്ഥയിലേക്ക് പോകരുത്, തീ പടരാതിരിക്കണം. അങ്ങനെ വളരെ കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഉടമസ്ഥൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം ഇവിടെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് നേരത്തെയും. ആ മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ തീപിടുത്തമുണ്ടായത്. അവർ ലൈറ്റ് കത്തിക്കുകയോ ഏതെങ്കിലും രീതിയിൽ തീപ്പെട്ടി ഉരയ്ക്കുകയോ എല്ലാം ചെയ്തത് അങ്ങനെ തീ പടർന്നതാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും തീ അഗ്നി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിരന്തരമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ്, അതെടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചുറ്റുപാടും 3 പെട്രോൾ ബങ്കുകളും ഒപ്പം തന്നെ നിരവധി കടകളുമുണ്ട്. നഗരമധ്യത്തിൽ തന്നെയാണ് ഉള്ളത്. നിരന്തരമായ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് വലിയൊരു അഗ്നിബാധയിൽ നിന്ന് തന്നെ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനം അതിനെ തടയിടാനായിട്ട്, ഈ വലിയൊരു അഗ്നിബാധയ്ക്ക് തടയിടാനായിട്ട് സാധിച്ചതാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,155 രൂപ, പവന് 73,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,540, പവന് 60,320 രൂപയും. വെള്ളി ഗ്രാമിന് 125 രൂപ, കിലോയ്ക്ക് 1,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം.